അപ്പോൾ ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഈ സ്കിന്നൊക്കെ. ഗൈസ് നമ്മുടെ ആസ്തയുടെ സ്കിന്നാണ്, ബ്ലാക്ക് ക്ലോവറിലെ. ഗൈസ് നമുക്ക് ഒട്ടും സമയം വയ്ക്കണം, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ വന്നേക്കുന്നൊരു ഇത് ബർച്ചലോഗല്ലേ ഈ ബർച്ചലോഗിൻ്റെ ഒരു ഫോറസ്റ്റിലാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ മെയിൻ വുഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ അനിമൽസൊക്കെ ഉണ്ട്, വലിയ കാര്യത്തിൽ പേടിക്കണമെന്നില്ല. നമുക്ക് ഒരുപാട് വേണം ഗൈസ്. ഈ വുഡ് വെച്ചിട്ട് ഒരുപാട് ആവശ്യമുണ്ട്. ഗൈസ് ഞാനിപ്പോൾ കളിക്കുന്ന നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ സീരീസിൻ്റെ പേര് ലെറ്റ്സ് പ്ലേ വിത്ത് അനിമി ബ്രോ എന്നായിരിക്കും ഗൈസ് നമ്മളെ ഈ സീരീസിൻ്റെ പേര്. ഗൈസ് എനിക്കറിയാം ഈ വീഡിയോയ്ക്ക് അങ്ങനെ അത്ര ലൈക്കും സപ്പോർട്ടൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ ഇത് തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മളിനി ഓരോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല സെറ്റായിട്ട് വരാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ലോഗ്, പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇതെന്തോ കുഴപ്പമില്ല, എന്തൊക്കെയോ ബഗ്ഗാണ്. അതിരിക്കട്ടെ. ഓക്കെ ഗൈസ്, നമുക്കിനി കുറച്ച് അടിയിലോട്ട് കുറച്ച് സ്റ്റോണേജ് ആവാം ഗൈസ്. എനിക്ക് കുറച്ചൊക്കെ അറിയാം ഈ ഗെയിമിനെ കുറിച്ച്, അതുകൊണ്ട് വലിയ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. ഓക്കേ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമുക്ക് അത്യാവശ്യത്തിന് ആവശ്യമുള്ള വുഡൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി നേരെ സ്റ്റോണേജിലോട്ടാവാം. നമുക്കൊരു സ്റ്റോണിൻ്റെ ആക്സ്, ഒരു സ്റ്റോണിൻ്റെ പിക്കാക്സ്, അത്രയും മതി. ഇനി നമുക്ക് കുറച്ച് ഷീപ്പുകളെ തപ്പണം, പിന്നെ കുറച്ച് ഫുഡും വേണം. സോറി, വുഡല്ല, ഫുഡ്. ഞാൻ നേരത്തെ ഇവിടെ ഒരു ഷീപ്പിനെ കണ്ടയാണല്ലോ, പോയി അവര്. കോഴി സംസ്കാരം. നമുക്ക് കുറച്ചും കൂടെ വുഡ് കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ വുഡിനൊക്കെ നല്ല അത്യാവശ്യമാണ്. നമുക്ക് ഇപ്പോഴൊക്കെ നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വുഡിനൊന്നും തപ്പിപ്പോണ്ട. പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ സെറ്റിലാവുന്ന സ്ഥലം വേറെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീടൊക്കെ പണിയുമ്പോൾ ഈ ബെർച്ചിൻ്റെ ലോകം ഇങ്ങനെ കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പം നമുക്ക് ഈ ബെർച്ചിൻ്റെ ലോകമൊക്കെ അത്യാവശ്യം നമുക്ക് കളക്ട് ചെയ്ത് വയ്ക്കാം. പറയുമ്പോൾ തന്നെ രാത്രിയായാ എന്ത് പറ്റിയ കാര്യം, നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം ഇന്നത്തെ രാത്രി നമ്മൾ ചുമ്മാ ഇരിക്കേണ്ടി വരും, ബെഡില്ല. അത്യാവശ്യത്തിന് കൂടുതൽ വുഡ് എടുക്കാം. ഞഞ്ഞായി നമുക്കതെങ്കിലും മരത്തിനെ ഉണ്ടാക്കി കയറി ഇരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, ഡ്രൗണ്! ഓടിക്കോ. എന്നോ എന്നാ രാത്രി മണ്ടേ കയറിക്കോ. അത്യാവശ്യം എത്ര ദൂരം പോകാൻ പറ്റുമോ അത്രയും ദൂരം പോകാം ഗൈസ്. ഇവിടെ ഒരു കുഴി കുഴിച്ചങ്ങിരിക്കുക. അങ്ങനെയാണ് ഗൈസ് മൈൻക്രാഫ്റ്റ് ഒക്കെ ആയി തുടങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ കുഴി കുത്തി ഇരിക്കേണ്ട അവസ്ഥയാണ്. ഓക്കെ ഗൈസ്, നമുക്കിനി രാവിലെ ആയിട്ട് കാണാം. അയ്യോ, കുഴിയായ നമുക്കിത് ഈ കുഴിയൊക്കെ നടക്കണം, അല്ലെങ്കിൽ സ്കെൽറ്റൻസ് നമ്മളെ കുണ്ടിക്ക് വെടി വയ്ക്കും. ഓക്കെ, ഇനി എത്ര നേരം ഇരിക്കണം ഇനി ഇവിടെ? ഇവിടെ തന്നെ ഒരു വീടങ്ങ് സെറ്റപ്പ് ആക്കിയാലോ? വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇറങ്ങി ഓടിയാലേ? എനിക്കങ്ങ് വയ്ക്കുമ്പോഴായിരിക്കാം. നമുക്ക് ആ വെള്ളത്തിലോട്ടങ്ങ് ചാടാം, അപ്പോൾ ഡാമേജ് എടുക്കൂല. നല്ലത്. ഓടിക്കോ. ഇവിടെ മോബ്സിനൊന്നും കാണുന്നില്ല കേട്ടോ ഗൈസ്. നമുക്ക് എന്തൊക്കെയായാലും തിരിഞ്ഞൊക്കെ ഓടാം. നമുക്കെനിക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഫുഡൊക്കെ ഇങ്ങ് റെഡിയാക്കിയാലോ?
എനിക്കിപ്പോൾ ഹങ്കർ കുറച്ച് കൂടുതലാണ്. അപ്പം കുഴിച്ച 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 അയ്യോ ആ ഓക്കെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എനിക്കൊന്നും കാണാൻ വയ്യ. അപ്പം നമുക്കൊരു ചാർക്കോൾ കിട്ടും, നമുക്ക് അത് വെച്ചുണ്ടാക്കാം. വെയിറ്റ് ചെയ്യേ. അയ്യോ ഒന്നും കാണാൻ വയ്യ ഗൈസ്. അയ്യോ ഫർണസ് ഓക്കെ, ഫർണസ് റെഡി. ഇതിൻ്റെ അകത്തൊരു വുഡും പിന്നെ നമുക്ക് ലോഗ് ഇടാം. നമുക്ക് അപ്പോഴേക്ക് കുറച്ച് ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാം. നമുക്കൊരു വില്ലേജ് കിട്ടിയ അത്രയും നല്ലത്. സ്കെൽറ്റൻസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. വേഗം 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 ഒന്ന് ചാർക്കോൾ. നമുക്ക് ഒരു ചാർക്കോൾ അങ്ങനെ കിട്ടി. അത് വെച്ചിട്ട് 8 ടോർച്ച് അല്ലേ, 8 ടോർച്ച് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തേക്കാം. പിന്നെ പൊന്നെ ഇനി ഭയങ്കര പാടാണ്. ഇനി രാവിലെ ആവുന്നത് വേറെ അവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും. നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. അതിനാണ് ഷീപ്പൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ സ്പോണാണ്. കുറച്ച് ഫുഡും കൂടെ ഇട്ടേക്കാം. അയ്യോ മാക്സൊക്കെ വെച്ചിട്ട് സ്റ്റോൺ കുഴിക്കുന്നു. ഗൈസ് നമ്മൾ ഡെയിലി ഇടാനാണ് ഗൈസ് ഒരു പ്ലാൻ. എനിക്ക് ചിലപ്പം സമയമൊന്നും കാണൂല ഗൈസ്. അപ്പം നമുക്ക് സമയം ഉള്ളപ്പോൾ നമുക്ക് ഉള്ള വീഡിയോസൊക്കെ ഇടാം. അത് വീഡിയോ നോക്കണ്ട ബഗ്ഗ. നമുക്ക് സമയം ഉള്ളപ്പോൾ നമുക്ക് ഓരോ വീഡിയോസൊക്കെ ഇടാം. അയ്യോ ഞാൻ ടോർച്ചായിരുന്നാ പൊട്ടിച്ചത്. ഓക്കെ നമുക്ക് സമയമുള്ളപ്പം ഓരോ വീഡിയോസ് ഇടാം. എനിക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റൂല. നല്ല റീച്ച് കിട്ടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ റീച്ച് കിട്ടുന്നവരിടും ഗൈസ്. നമുക്ക് കുറേ വേണം. ഓക്കെ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നമുക്കതങ്ങ് പിന്നെ ഓക്കെ ഗൈസ് സെറ്റ്. ഇനി നമുക്കൊരു ചിക്കനും കൂടെ അങ്ങ് കഴിക്കാം. കുറച്ച് ബ്രിഡ്ജിൻ്റെ സാപ്ലിങ്ങും കിട്ടിയിട്ടുണ്ട്. രാവിലെ ആയോ? ഓ ഇല്ല, ഇപ്പോഴും രാത്രി. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ഈ സാധനങ്ങളൊക്കെ സെറ്റായിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ 2 hours later. Tomorrow 12 o'clock midnight. Many months later. Day 2, day 3, day 4. A few moments later. 2,000 years later. ഓക്കെ ഗൈസ് അങ്ങനെ രാവിലെ ആയിട്ടോടെ നമുക്ക് എല്ലായിടത്തും പെട്ടെന്ന് സ്ഥലം വിടാം. സോംബിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്നാലും നമുക്ക് കാര്യം നോക്കണ്ട, പെട്ടെന്ന് ഓടാം. രാവിലെയായി. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? വായിലോട്ട് എന്റെ പൊന്നോ എന്തുവായിരുന്നടേ അത്. ഓ വീണ്ടും ഒരു ഷിപ്പ്. 3 കിട്ടിയില്ലേ? 3 കിട്ടി. സംസ്കാരം ചുമ്മാ ഇരിക്കട്ട് ഗൈസ്. നമ്മൾ പുതിയൊരു ഫോറസ്റ്റിലോട്ട് എത്തി. ഇത് നമ്മളെ സാധാ ലോഗ്. ഓക്കെ 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 ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാലാ. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു നമ്മൾ
രാവിലെ അന്നേരം ചുമ്മാന്നും ഇരുന്നില്ല, നമ്മൾ കുറച്ച് ഇതും കുറച്ച് ടോർച്ചും പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ ഒരു സ്റ്റോൺ പിക്കാക്സ് ഒരു സ്റ്റോൺ ആക്സും ചെയ്താണ്. നമുക്കൊരു നീല ബെഡ് ഉണ്ടാക്കാം. നീലല്ല മഞ്ഞ. ഇത് നമുക്ക് കൊണ്ടുപോയേക്കാം. കേവിൻ്റെ അകത്ത് വെച്ചങ്ങനെ നമുക്ക് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. നമുക്കൊരു MLG ചെയ്താലോ? ബെഡ് MLG ചെയ്യാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. അത്രേ ഉള്ളു ഗൈസ്. ഇതൊക്കെ എന്ത് ഫുൾ ഗോൾഡൻ ആർമറാ. നമ്മളിവിടെ നമുക്ക് കുറച്ച് ഒരു അയം കണ്ടുപിടിച്ച കൊള്ളായിരുന്നു. ജസ്റ്റ് മിസ്. നമുക്കിവിടെ ഒരു അയനെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഷീൽഡായിട്ടൊക്കെ അയനാണ്. കിട്ടി ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ. ഇവിടെ ക്രീപ്പറെല്ലാം വന്ന് ബാക്കിൽ വന്ന് പൊട്ടിത്തെറിച്ചാൽ അവര് എന്താ കേശവ? സോംബി സ്പോണർ വന്ന് കേറുന്ന എല്ലാ സ്ഥലം ഇങ്ങനത്തെ ആയിരുന്നല്ലോ ഗൈസ്. പൊട്ട് പൊട്ട് പൊട്ട്. അത്രേ ഉള്ളു. ഇതൊരു തെറുപ്പാടേമാര് തെറിച്ചു പോയത്. എന്താ കേശവ? ഇത് ഒരുപാടുണ്ട്. നമുക്ക് ടോർച്ച് വെച്ചങ്ങ് ഒതുക്കാം. പൊന്നു ഇത്തരം ടോർച്ചൊക്കെ പിടിക്കാനൊന്നും പറ്റൂല മക്കളെ, പറ്റൂല. അയ്യോ ചവല്. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്, സിമ്പിൾ. 3 അയണും കിട്ടി, ഒരു സോംബി സ്പോണറും കിട്ടി. അന്തസ് എന്നും പറഞ്ഞിട്ട് ഫുഡില്ല. ഒരു ചിക്കനും കൂടെ ഉണ്ട്, അതും കൂടെ ഇരുന്ന് തിന്നാം. അയ്യാ ചവല് 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 ചവല്. എത്ര സോംബികള് ഗൈസ്. ഗോൾഡൻ ആപ്പിള്, വീറ്റ്, ബോണ്, ഗൺ പൗഡർ എല്ലാം ആവശ്യമുള്ള. നമുക്ക് ഈ സോംബി സ്പോണറുള്ള സ്ഥലത്താണ് ഞങ്ങൾക്ക് സെറ്റ് ആവാം. നമ്മളോടല്ലേ കളി. ഇങ്ങനെ 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 ഇങ്ങനെ. പിന്നെ അല്ലാതെ ഗൈസ് നമ്മൾ സോംബി സ്പോണർ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ ഒരു വീട് വെച്ച്, ഇത്രേ ഉള്ളൂ. പിന്നെ ഗൈസ് എനിക്കൊരു കാര്യം അറിഞ്ഞൂടാ. അതായത് ഇവിടെ ഉള്ള ഈ സോംബി സ്പോണറില്ല, ഞാൻ പൊട്ടിച്ചിട്ട് എനിക്ക് കുറച്ച് XP മാത്രം കിട്ടുകയുള്ളൂ. അത് വേറെ വല്ലത്തിന് ആവശ്യം വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയാലും ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. മറ്റേ സിൽടച്ചിൻ്റെ ഒരു പിക്കാക്സ് ഇല്ല, അത് വെച്ചിട്ടെങ്ങാനും ആണോ പൊട്ടിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്, അതിന് അത് വെച്ചൊരു ഉപയോഗം വല്ലതും ഉണ്ടോയെന്ന്. നമുക്കത് അങ്ങനെ ചെയ്യാം. ഇനി ഒരു സ്പോണർ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഗൈസ്. നമുക്കിതൊരു സെറ്റ് സ്ഥലമാണ് ഈ കിട്ടിയിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഭയങ്കര കോമഡിയൊക്കെ ആയിരുന്നു ഫസ്റ്റ്. നമ്മൾ എന്തൊക്കെയും ചത്തിട്ടില്ല. മാത്രമല്ല സോംബി സ്പോണറിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ഫർണസ്, ക്രാഫ്റ്റിംഗ് ടേബിള്, ചെസ്റ്റ്, ബെഡ് എല്ലാം വെച്ച് ഇതൊന്ന് നമ്മളെ വീടാക്കി. നമുക്കിനി ബാക്കി വരുന്ന ഈ സംഭവങ്ങളൊക്കെ അങ്ങ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റാം. ചുമ്മാ എന്തോത്തിന് നമ്മളെ കയ്യിരിക്കുന്നത്. ഇത്ര സെറ്റപ്പ് ആകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. വല്ലാത്തൊരു സെറ്റപ്പായി പോയി. ടൈമർ അവിടെ നിന്നുണ്ട് ഗൈസ്. 15 മിനിറ്റൊക്കെ ആയുള്ളൂ. നമ്മളിനി എത്ര മിനിറ്റ് ലെങ്ത് ഉള്ള വീഡിയോസൊക്കെ ഇടണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേ. പിന്നെ ഈ കേവിൻ്റെ അടുത്തൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ലെന്നാണ് ഈ സെൻ്റെ ഒരു ഇത്. വേണമെങ്കിൽ ഇത് തന്നെ നമ്മളൊരു ബേസ് അങ്ങ് ആക്കാം. കേവൊക്കെ കേവൊക്കെ മാറ്റി അങ്ങ് അടച്ചിട്ട് സെറ്റ് സ്ഥലം ആക്കാം ഗൈസ്. നമ്മൾ മുടിയാല ചുമ്മാ എന്തോന്നാ അമ്മാര് നിപ്പോണ്ട് ഗൈസ് അവിടെ, നമ്മൾ വിട്ടു കൊടുക്കില്ല.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വെച്ചാണ് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ എപ്പിസോഡ് കൊള്ളായിരുന്നു ഗൈസ്, നല്ലൊരു കിടില സ്റ്റാർട്ട് തന്നെയാണ് നമ്മൾ നടത്തിയേക്കുന്നത് ഗൈസ്. പിന്നെ ഈ ആസ്തയുടെ സ്കിൻ മാറ്റണോ വേണ്ടയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.